അപ്പോൾ എല്ലാവരെയും ഞാൻ ഈ ഒരു ലേൺവൈസിന്റെ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം 8 നോട്ടിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ ഓൺബോർഡിംഗ് ചെയ്യുന്ന സമയത്തെ പറയുന്ന ഒരു കാര്യമാണല്ലേ, നിങ്ങൾക്ക് ഈ ഓൺബോർഡിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓറിയന്റേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത്. സോ നമുക്ക് ഫൈനലി നമ്മുടെ ഈ ഒരു ഓറിയന്റേഷന്റെ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ആരൊക്കെ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ അയച്ചിരുന്ന പോസ്റ്ററിലും മെസ്സേജിലും ഒക്കെ ഉണ്ടായിരുന്നു. ഓറിയന്റേഷൻ പ്രോഗ്രാം 8 എന്നായിരുന്നു അതിലുണ്ടായിരുന്നത്. നമ്മൾ ലേൺവൈസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന 8ാമത്തെ ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം സെഷൻ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ഇയേഴ്സിൽ നടത്തിയതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ കുറേയൊക്കെ സെഷൻസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തവണ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയും ഞാൻ എൻ്റെ സ്നേഹത്തോടെ തന്നെ ഞാൻ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ തീം കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ കണ്ടു കാണും ഓൾറെഡി, ഡിസ്കവർ ലേൺ ആൻഡ് അച്ചീവ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഫുൾ കംപ്ലീറ്റ്ലി അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും, ഡിസ്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങളുടെ പാഷൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്കുള്ള പൊട്ടൻഷ്യൽസ് ആയിക്കോട്ടെ, അപ്പാർട്ട് ഫ്രം നിങ്ങൾ എടുത്ത കോഴ്സ്, ഇപ്പം MSW BSW 2 ആളുകളും ഇവിടെ ഇപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ആ ഒരു കോഴ്സിൽ നിന്നും മാറി നിങ്ങൾക്ക് പല പല കാര്യങ്ങളും ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പല പല കാര്യങ്ങൾ പഠിക്കാൻ, അതാണ് ലേൺ എന്ന് പറയുന്നത് അല്ലെ, ഡിസ്കവർ ലേൺ അച്ചീവ്. സോ ലേൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ പല പല കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രം നമുക്ക് സിലബസ് ഡീകോഡിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇഗ്നോനെ കുറിച്ച് പറഞ്ഞു തരുന്ന സെഷൻസ് ആയിക്കോട്ടെ, ലേൺവൈസിനെ കുറിച്ച് പറഞ്ഞു തരുന്ന സെഷൻസ്, അല്ലെങ്കിൽ നമുക്ക് ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാം. അപ്പം ഇത്തരത്തിലുള്ള പല പല സെഷൻസും അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോരോ പുതിയ കാര്യങ്ങൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യാണ്, പഠിക്കുകയാണ് അല്ലെ. അപ്പൊ അതാണ് ലേൺ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് അച്ചീവ് എന്നാണ്. സോ നിങ്ങളിൽ എല്ലാവരും തന്നെ നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം, പ്രൊഫഷണലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പാഷൻ ആയിരിക്കും ഈ ഒരു കോഴ്സ് എടുക്കണം എന്നുള്ളത്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങൾക്ക് പല പല ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുത്തിട്ടുള്ളത് അല്ലെ. അപ്പം ഈ ഒരു ഓറിയന്റേഷൻ കഴിയുന്നതോട് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പല പല പാഷൻസ്, നിങ്ങളുടെ കരിയർ ഡ്രീംസ്, ഇതെല്ലാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും പറ്റുന്നതാണ്. ആൻഡ് ഓറിയന്റേഷനിൽ മാത്രം നിങ്ങൾ ഈ ഒരു തീം ഒതുക്കി വെക്കേണ്ട, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഓറിയന്റേഷൻ 8 ഡിസ്കവർ ലേൺ ആൻഡ് അച്ചീവിലേക്ക് ഞാൻ എല്ലാവരെയും ഒന്നും കൂടെ വെൽക്കം ചെയ്യാണ്. സോ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫാത്തിമ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആണ്. ആൻഡ് അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ ഇനി ഒരു സെഷനിൽ നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ വൈഷ്ണവി മാം ഉണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് റെക്കോർഡിംഗിൽ നമുക്ക് ദുർഗ മാമും ഹിബ മാമും നമുക്ക് കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, സോ അവരെയും കൂടെ ഞാൻ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. ഹായ് ഓൾ. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ നമ്മള് എന്തിനാ വന്നെന്ന് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. നമ്മുടെ സെഷന്റെ പേര് സേ ഹലോ എന്നാണ്. നമ്മളിപ്പോ ഒരാളെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താണ് അവരോട് പറയുന്നത്, ഹായ് അല്ലെങ്കിൽ ഹലോ എന്നാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരാൾക്ക് പുതുതായിട്ട് ഇപ്പൊ നമ്മളെ ചാറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും നമ്മൾ അവർക്ക് ഫസ്റ്റ് അയക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഹലോ അല്ലെങ്കിൽ ഹായ് ആണ്. സോ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ബാച്ച്മേറ്റ്സ് ആരാണ്, ഇപ്പൊ MSW BSW ഉണ്ട്, ബാച്ച്മേറ്റ്സ് ആരാണെന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ടിട്ടൊന്നുമില്ല അല്ലെ. സോ അങ്ങനെ നിങ്ങൾക്ക് കാണാനും നിങ്ങൾക്ക് ഒന്നിച്ച് ഇന്ററാക്ട് ചെയ്യാനും നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ, എന്തിനാണ് ഈ ഒരു കോഴ്സ് എടുത്തത്, നിങ്ങൾക്ക് ലൈഫിലുള്ള നിങ്ങൾക്ക് ഉള്ള പാഷൻ എന്താണ്, അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ കുട്ടി ഗെയിംസും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു സെഷൻ മെയിൻ ആയിട്ടും ലീഡ് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, ക്യാമറ ഓൺ ചെയ്യുക. മാക്സിമം പറ്റുന്ന എല്ലാവരും തന്നെ ക്യാമറ ഒന്ന് ഓൺ ചെയ്യുവോ. ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ, ധൈര്യമായിട്ട് എല്ലാവരും ക്യാമറ ഓൺ ചെയ്തോളൂ. നമുക്ക് ഈ ഒരു സെഷൻ അടിപൊളിയാക്കണ്ടേ, കാരണം ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പാർട്ടിസിപ്പേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം, എന്നാലും നമുക്ക് ഒരു സെഷൻ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ ആരെങ്കിലും ഒന്ന് മുന്നോട്ടേക്ക് വന്നിട്ട്, ആദ്യം ഒരു 2 പേരിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരെങ്കിലും ഒക്കെ ഒന്ന് മുന്നോട്ടേക്ക് വന്നിട്ട് നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഒരു ടാലന്റ്, ഓക്കെ, നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക്
ചിലപ്പോൾ ആളുകൾ പടം വരയ്ക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പാട്ട് പാടുന്നവരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കലി ഒക്കെ കുറെ കാര്യങ്ങൾ അറിയുന്നവരായിരിക്കാം. അപ്പൊ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക നിങ്ങളുടെ ടാലന്റിനോടൊപ്പം. അതുപോലെ തന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സ് എടുത്തത്? MSW ആയിക്കോട്ടെ, BSW ആയിക്കോട്ടെ, രണ്ടാളുകളും ഉണ്ട്. സോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് എടുത്തത് എന്നും കൂടെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യാം. അപ്പൊ ആരാണ് ഫസ്റ്റ് മുന്നോട്ടേക്ക് വന്നിട്ട് പറയാൻ വേണ്ടി പോകുന്നത്? കമോൺ, ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. വളരെ കൂൾ ആയിട്ട് എടുത്താൽ മതി ഈ ഒരു സെഷൻ നിങ്ങള്. ഓക്കെ, സജന പറഞ്ഞോളൂ. എന്റെ പേര് സജന. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. പിന്നെ മാരീഡ് ആണ്. കല്യാണം കഴിഞ്ഞിട്ട് 7 മാസമായി. പിന്നെ ഓക്കെ. ഹസ്ബൻഡും ഞാനും പിന്നെ ഹസ്ബൻഡിന്റെ ഉമ്മയാണ് ഇവിടെ ഉള്ളത്. ടാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. BSW ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സോഷ്യൽ വർക്കിനോട് താല്പര്യമുണ്ട്. പക്ഷെ അതിന്റെ ഒരു ജോലിയായിട്ട് പോണെങ്കിൽ അതൊരു ഡിഗ്രി ആയിട്ട് വേണമെന്ന് പലയിടത്തും ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ അതൊരു പ്രൊഫഷണലായിട്ട് പഠിക്കാന്ന് വിചാരിച്ചാണ് BSW ചൂസ് ചെയ്തത്. ഓക്കെ, സജന വർക്കും ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെയാണ് പഠിക്കുന്നത് അല്ലേ? അതെ. ഓക്കെ. സോ സജന ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഒന്ന് മുന്നോട്ടേക്ക് വരിക. ഇനിയിപ്പോ ഒരാളുടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സജന മുന്നോട്ടേക്ക് വന്നതിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതേപോലെ ആരാണ് ഇനി നെക്സ്റ്റ് വരുന്നത്? ഓക്കെ, ഹിമ പറഞ്ഞോളൂ. എൻ്റെ പേര് ഹിമ. ഞാൻ എറണാകുളം. എൻ്റെ വീട് കോതമംഗലം. എനിക്ക് ടാലന്റ് ആയിട്ട് ഞാൻ പാട്ട് പാടും. പിന്നെ BSW എടുക്കാൻ കാരണം എനിക്ക് ആക്റ്റീവ്ലി എല്ലാ കാര്യങ്ങളും ഇടപെടാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. കുറച്ച് നാളായിട്ട് ആക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായിട്ട് ആക്റ്റീവായി എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് വന്ന് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെ എടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു കോഴ്സാണ് ഞാൻ നോക്കിയതിൽ BSW. പിന്നെ ചാരിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളും നല്ല നല്ല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊഫഷണലി സഹായിക്കുന്ന ഒരു കോഴ്സാണ് BSW. സോ ഐ ചൂസ് BSW. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇനിയിപ്പോ ഒരാളുടെ വരുന്നോ? എന്നിട്ട് വേണേ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ആരാ നെക്സ്റ്റ് വരുന്നേ? ഓക്കെ, ആർഷ പറഞ്ഞത് കേട്ടില്ല. വീഡിയോ ഓഫ് ആക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പറയാം. ഓക്കെ മാം, അത്രേ ഉള്ളൂ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് പറഞ്ഞത് ഒന്നുകൂടെ പറയൂ. നമ്മൾ ആരും ഒന്നും കേട്ടിട്ടില്ല ആക്ച്വലി, നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം. എന്റെ പേര് ആർഷ സുപ്രഭ ഹർഷൻ. ഞാനിപ്പോ മാലദ്വീപ്സിലാണുള്ളത്. നാട്ടില് കൊച്ചിയാണ് സ്ഥലം. പിന്നെ ഞാൻ ഈ കോഴ്സ് ചൂസ് ചെയ്യാനുള്ള റീസൺ മോസ്റ്റ്ലി എനിക്ക് നെറ്റ്വർക്കിംഗ് ഇഷ്ടമാണ്, ക്ലബിംഗ്, സോഷ്യലൈസ് ചെയ്യുന്നത് ഇഷ്ടമാണ്. എന്തെങ്കിലും ഗ്ലോബിലേക്ക് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ എല്ലാ ആൾക്കാരെയും ഹെൽപ്പ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പാഷനാണ്. അതുകൊണ്ടാണ് ഈ കോഴ്സ് ചൂസ് ചെയ്തത്. പിന്നെ എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആസ് എ ഹ്യൂമൻ ബീയിങ് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതാണ് മെയിൻ ഫോക്കസ്. ഈ കോഴ്സിന്റെ ഒരു എടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ അതാണ്. എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ ഒരുപാട് വയലൻസും മറ്റു കാര്യങ്ങളും ഒരുപാട് ഒറ്റപ്പെടലും ഒരുപാട് മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പൊ അവരെ ഏത് രീതിയിൽ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു തോട്ടാണ് എന്നെ ഈ കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇൻസ്പയർ ആയത്. പിന്നെ ടാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഐ ലൈക്ക് ടു ടോക്ക് ടു പീപ്പിൾ. എനിക്ക് ഒരുപാട് ആൾക്കാരോട് സംസാരിക്കാൻ ഇഷ്ടമാണ്. പിന്നെ വെരി ഫ്രണ്ട്ലി ആൻഡ് ഐ എം എ സോഷ്യൽ ബട്ടർഫ്ലൈ, വെരി ഫ്രണ്ട്ലി ആൻഡ് കൺവീനിയന്റ് ടു ഓൾ. പിന്നെ എനിക്ക് ഡാൻസ് ഇഷ്ടമാണ്, പാട്ട് ഇഷ്ടമാണ്, സ്പീച്ച് ഇഷ്ടമാണ്, പിന്നെ നെറ്റ്ഫ്ലിക്സ് ഇഷ്ടമാണ്, സിനിമാസ് ഇഷ്ടമാണ്. പിന്നെ ന്യൂസ് ഫോളോ ചെയ്യുന്നത് ഇഷ്ടമാണ്. ന്യൂസസ് ഐ യൂസ് ടു വാച്ച്. കുറെ ന്യൂസ് കാണും. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ കുറെ പഠിക്കുന്നത് ഇഷ്ടമാണ്. കുറെ ലേൺ ചെയ്യാൻ ഇഷ്ടമാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ കുറെ ഫ്രണ്ട്സ് ഇഷ്ടമാണ്. ഫ്രണ്ട്സിന്റെ നെറ്റ്വർക്കിംഗ് ഇഷ്ടമാണ്. ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഇഷ്ടമാണ്. ഇന്ററാക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. അതൊക്കെയാണ് എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് മാം. ഓക്കെ, താങ്ക് യു. നമുക്കൊന്ന് ആർഷ പറഞ്ഞതിൽ നിന്നും ആളുകൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി അല്ലെ? ക്യാച്ച് ചെയ്യാൻ പറ്റില്ല ആർഷ പറഞ്ഞതിൽ നിന്നും കുറെ കാര്യങ്ങൾ. സോ താങ്ക് യു ഹർഷ. ഇനി നമുക്ക് നെക്സ്റ്റ് ഗെയിമിലേക്ക് പോയാലോ?
എല്ലാവരും ഓക്കെ റെഡിയാണോ? ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് റിയാക്ട് ചെയ്തിട്ടൊന്ന്. ഓക്കെ, സോ നമ്മുടെ ഗെയിമിന്റെ പേരെന്ന് പറയുന്നത് ബ്ലിങ്ക് ആൻഡ് തിങ്ക് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്ന ഫസ്റ്റ് ഗെയിം. സോ എല്ലാവരും ആക്റ്റീവ്ലി തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ആക്റ്റീവ് ആയിട്ട് അതിന് ആൻസേഴ്സ് പറയാം. ഓക്കെ, ശരിയാണോ തെറ്റാണോ അതൊക്കെ നമുക്ക് സെക്കൻഡ് കാര്യമാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും എന്ത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുക. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ബ്ലിങ്ക് ആൻഡ് തിങ്ക് എന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരു പിക്ചർ കാണുന്നില്ലേ? അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഞാനൊരു 5 to 10 seconds തരും. അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കുക. ഓക്കെ, ഈ ഒരു പിക്ചർ നന്നായിട്ട് അനലൈസ് ചെയ്യാം. ചിലപ്പോൾ അവിടെയുള്ള ചില കാര്യങ്ങളുടെ നമ്പേഴ്സ് ആയിരിക്കും ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ കളേഴ്സ് ആയിരിക്കും ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ പറയാം. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, സോ എല്ലാവരും ഒന്ന് അനലൈസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എടുക്കാം. ക്വസ്റ്റ്യൻ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഹൗ മെനി ഡോഗ്സ് ആർ ഇൻ ദ പിക്ചർ? എത്ര ഡോഗ്സിനെയാണ് നിങ്ങൾ നേരത്തെ പിക്ചറിൽ കണ്ടത് എന്നുള്ളതാണ്. അപ്പം ആൻസർ അറിയാവുന്നവർ വേഗം വേഗം പറയാം. ഓക്കെ, എത്ര ഡോഗ്സ് ആണ്? മൈക്ക് ഓൺ ആക്കി പറയൂ എല്ലാവരും, ചാറ്റ് ബോക്സിൽ ഇടാണ്ട്. എല്ലാരും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ കേട്ടോ. എല്ലാരും ഇതെന്താ ആരും ഒന്നും മിണ്ടാത്തെ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? നിങ്ങൾ ചാറ്റിൽ ഇടാണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ടേ പറ. എന്നല്ലേ നമുക്ക് ഒരു രസമായിട്ട് കളിക്കാൻ വേണ്ടി പറ്റൂ. ഇപ്പൊ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. എല്ലാരും 3 എന്ന് പറയുന്നത് ആരെങ്കിലും കണ്ടിരുന്നോ? ഞാൻ ഓപ്പൺ ആക്കിയപ്പോ PPT. ഓക്കെ, ഞാൻ PPT ഓപ്പൺ ആക്കിയപ്പോ നിങ്ങൾ ആ 3 എന്നുള്ള ലെറ്റർ കണ്ടായിരുന്നല്ലേ, നമ്പർ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ? ഡോഗ്സിനെ കണ്ടു മാം. 3 ഡോഗ്സ്. ഓക്കെ, 3 ഡോഗ്സിനെ എല്ലാരും കണ്ടു. 3-ൽ കൂടുതൽ ഡോഗ്സിനെ കണ്ടവരുണ്ടോ, അല്ലെങ്കിൽ 3-ൽ കുറവ് ഡോഗ്സിനെ കണ്ടവരുണ്ടോ? ഇല്ല, എല്ലാവരും 3 വരെ കണ്ടേ. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ഒരു മിനിറ്റ്. വൈഷ്ണവി മാം, എന്റെ സ്ലൈഡ് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇല്ല മൂവ് ചെയ്യുന്നില്ല. മാം ആൻസർ പറയൂ. ആൻസർ പറയാം. വൈഷ്ണവി മാം ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുമോ? സ്റ്റോപ്പ് ചെയ്യൂ സ്ക്രീൻ ഷെയർ ഞാൻ ചെയ്യാം. ഓക്കെ, എത്രയാണ് ആൻസർ എന്ന് പറയട്ടെ? 3 കറക്റ്റ് ആണ് കേട്ടോ. എല്ലാവരുടെയും ഉത്തരം കറക്റ്റ് ആണ്. ആരും 3 അല്ലാണ്ട് വേറെ ആൻസർ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് നെക്സ്റ്റ് പിക്ചർ നോക്കിയാലോ? ഒന്ന് അനലൈസ് ചെയ്യട്ടോ. പിക്ചർ കാണുന്നില്ല. ഹർഷയുടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ടായിരിക്കും കേട്ടോ ഹർഷ. ഇപ്പൊ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, സോ ഹൗ മെനി കിഡ്സ് ആർ ഓൺ ദ ബുക്ക്? ബുക്കിന്റെ മേളിലും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് പിള്ളേരെ കണ്ടല്ലേ? അപ്പൊ എത്ര പിള്ളേരുണ്ടായിരുന്നു? ആരെങ്കിലും എണ്ണി നോക്കിയോ? 10. എല്ലാവരും എണ്ണിയല്ലേ? എല്ലാവരും ആൻസേഴ്സ് പറയുന്നുണ്ടോ? 9 കിഡ്സ് ആണോ? ഒരെണ്ണം 9 ആണോ? Starting ചോദിച്ച ആണ് ചോദ്യം 9. നിങ്ങൾ കറക്റ്റ് ആയിട്ട് വായിക്കണം കേട്ടോ. ബുക്കിന്റെ മുകളിൽ എത്ര കുട്ടികൾ ഉണ്ട് എന്നാ ചോദിച്ചത്, മൊത്തത്തിലല്ല ചോദിച്ചത്. 4 ആണ്. ഓക്കെ, അശ്വിൻ നമുക്ക് ആൻസർ നോക്കാം. ഓക്കെ, സോ 4 ആണ് കറക്റ്റ് ആൻസർ. കുറെ പേരൊക്കെ 4 എന്ന് പറഞ്ഞു, കുറച്ച് പേര് 2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 4 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഹൗ മെനി ഐസ് ഡു ദേ ഹാവ് ഇൻ ടോട്ടൽ ഇൻ പിക്ചർ? മൊത്തത്തിൽ ആ ഒരു പിക്ചറിലെ എത്ര കണ്ണുകൾ നിങ്ങൾ കണ്ടു എന്നുള്ളതാണ്. എത്ര ടോട്ടൽ ഐസ് എത്ര എണ്ണം ഉണ്ടായിരുന്നു? ആർക്കും അറിയില്ല. 10. ഓക്കെ, ആരെങ്കിലും എനി അതർ ഗസ്? ഓക്കെ, അശ്വിൻ 8 എന്ന് പറഞ്ഞു. എത്രയാണ്? സെറിൻ എന്തോ പറയുന്നുണ്ടല്ലോ. 18 ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? 15 ആരോ പറഞ്ഞല്ലോ. 16. സജിന 16 പറഞ്ഞു. ഓക്കെ, ഓക്കെ, നമുക്ക് ആൻസർ നോക്കിയാലോ? കറക്റ്റ് ആണ് കേട്ടോ. സെറിൻ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ,
അപ്പൊ സെറിൻ നന്നായിട്ട് അത് നോക്കിയിട്ട് ഒബ്സർവ് ആൻസർ ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആക്കി. അതെ. അതെ, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ വർക്കേഴ്സിന് വേണ്ട ഒരു സ്കില്ലാണ് എന്ത് ഒബ്സർവേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അപ്പം അത് ഞാൻ ഇതിലൂടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത പിക്ചർ നോക്കിയേ എല്ലാരും. ഹിമ ഇരുന്ന് എണ്ണുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മിക്കി ഓക്കെ, മൗസ്. മിക്കി. ഐഡന്റിഫൈ ദ ക്യാരക്ടർ. ഈ ക്യാരക്ടർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാ. നമ്മള് കൊച്ചിലെയും ഒക്കെ നമുക്ക് മിനി മൗസ് ഡൊണാൾഡ് മിനി മൗസ് മിനി മൗസ് മിനി എന്ന് പറയുന്നുണ്ട്. മിക്കി മൗസ് ആണോ? അല്ല. മിക്കി മൗസ് അല്ല. ഉറപ്പാണോ? മിക്കി മൗസ് അല്ല, അല്ല മിനി മിനി. എല്ലാരും മിനി എന്ന് പറയുന്നേ. ആരോ ഡൊണാൾഡ് ഡക്ക് എന്ന് പറഞ്ഞു. അതാരാ പറഞ്ഞത്? ഡൊണാൾഡ് അല്ല. ബ്ലൂ കളർ നമുക്ക് ആൻസർ നോക്കിയാലോ? ഓക്കെ മിനി മൗസ് ഓക്കെ, കറക്റ്റ്. ഓക്കെ, ഐ ആം സിറ്റിംഗ് ഓൺ എ പീസ് ഓഫ് വുഡ്. ഹു ഇസ് മീ? തടിയുടെ മേളിൽ അല്ലെങ്കിൽ വുഡിന്റെ മേളിൽ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. ആരെങ്കിലും ശ്രദ്ധിച്ചോ? എലഫന്റ് പീസ് ഓഫ് വുഡിന്റെ മേളിലായിട്ട് ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. ആരെങ്കിലും നോക്കിയോ? ഒരു പുലിക്കുട്ടിയില്ലേ? ഓക്കെ, എലിഫന്റ് എന്നാരാ പറഞ്ഞ? എലിഫന്റ് സിറ്റിംഗ് അർഷ പുലി എന്നാരാ എലിഫന്റ് പറഞ്ഞത്? പറഞ്ഞു. ഹിമ പുലിക്കുട്ടി പറഞ്ഞു. ഓക്കെ, ഹിമ പുലിക്കുട്ടി പറഞ്ഞു. ദെൻ എലിഫന്റ് അവിടെ ഇരിക്കുവായിരുന്നു. ഓക്കെ, ഇത് ചിന്നു എന്ന് പറയുന്നത് ആരാണ്? ടൈഗർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞ്. ഓക്കെ, നമുക്ക് Okay. ആൻസർ നോക്കാം. ടൈഗർ ഒന്നും കൂടി വേണമെങ്കിൽ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. ടൈഗർ. ഓക്കെ, സജിന എലിഫന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈഗർ ഉം. ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് മാറ്റി. ഓക്കെ, കാർസ് ആർ ഇൻ ദ പിക്ചർ. ഒരു പിക്ചറിൽ എത്ര ചുമല കാറ് കണ്ടു അല്ലെങ്കിൽ റെഡ് കാർ? 6. ഓക്കെ, സജിന 6 പറഞ്ഞു. പിന്നെ ആര് പറഞ്ഞത്? ഉറപ്പാണോ? വേറെ നമ്പേഴ്സ് ഇല്ല? ആരും നോട്ടീസ് ചെയ്തിട്ടില്ല തോന്നുന്നു അല്ലെ അധികം. വൈഷ്ണവം പെട്ടെന്ന് മാറ്റി. ഓക്കെ, നിങ്ങളുടെ അത്രയും അതെ. ഒബ്സർവേഷൻ സ്കില്ല് അനലൈസ് ചെയ്യാൻ വേണ്ടിട്ടാണ്. നമുക്ക് ആൻസർ നോക്കിയാലോ? വെരി ഗുഡ്. 6. കൊള്ളാം. ഓക്കെ, സോ നെക്സ്റ്റ് പിക്ചർ. What time is shown on the clock in the picture? 9. എത്രയാണ് സമയം? 9 മണിയായിരുന്നോ അതോ 6 മണിയായിരുന്നോ? 9. 12:45 അശ്വിൻ 9 എന്ന് പറഞ്ഞു. 9 പിന്നെ 6 12:45. നമുക്ക് ആൻസർ നോക്കിയാലോ? ഓക്കെ, 9 മണിയായിരുന്നു കേട്ടോ. കറക്റ്റ്. 12:45 അല്ലാതെ 9 മണിയായിരുന്നു കേട്ടോ സൽമിയ. ചെറിയ Okay. സൂചിയും വലിയ സൂചി തമ്മിൽ ഒന്ന് ചെറുതായിട്ട് മാറിപ്പോ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പിക്ചർ. What color is the kids backpack? കുട്ടികളുടെ ബാക്ക് പാക്ക് ഏത് കളർ ആയിരുന്നു? പച്ച കളർ. പച്ച കളർ, ഗ്രീൻ. നോക്കാം, നമുക്ക് ആൻസർ നോക്കാം. ഗ്രീൻ കറക്റ്റ് ആണ് കേട്ടോ. പച്ച കളറായിരുന്നു. തത്തപ്പച്ച കളർ. ഓക്കെ ഓക്കെ, സോ യെസ് വി ആർ ഡൺ വിത്ത് ഫസ്റ്റ് ഗെയിം ട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കുറച്ച് പേരെയൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാം അല്ലേ? ഇനി എല്ലാവരും ഞാൻ ചെയ്യിപ്പിക്കും കേട്ടോ. ഇനിയിപ്പം നിങ്ങൾ മിണ്ടാണ്ടിരുന്നു പറഞ്ഞിട്ട് നിങ്ങൾക്ക് നൈസായിട്ട് ഈ സെഷൻ കഴിയുമ്പോൾ പോകാൻ പറ്റില്ല. നിങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് വിളിക്കും. അപ്പൊ അതിൽ നല്ലത് നിങ്ങൾ വരുന്നതല്ലേ അല്ലേ? ഇനിയിപ്പോ അടുത്ത ആരാണ് വരുന്നത്? ആരാണ്? ആരും ഇല്ല, ഞാൻ പേര് വിളിക്കണോ? എല്ലാരും ചിരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ആരും ഇങ്ങോട്ട്. ആ, പറഞ്ഞോളൂ. ഹായ് ഓൾ, എന്റെ പേര് സ്നേഹ എന്നാണ്. ഓക്കെ, ആക്ച്വലി എന്റെ ഹോം ടൗൺ കാസർഗോഡാണ്. ഇപ്പൊ ഞാൻ വൈക്കത്താണ്. കല്യാണം കഴിഞ്ഞിട്ട് 1.5 മാസമായതേ ഉള്ളൂ. എന്റെ MSW ആണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്ന കോഴ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സോഷ്യൽ വർക്കർ ആവുക എന്നുള്ളത് എന്റെ പാഷനാണ്. ഞാൻ +2 കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് BSW എടുത്ത് അങ്ങനെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. സോ ഞാൻ ഇപ്പോ MSW ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ MSW ചൂസ് ചെയ്തു. എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താ വെച്ചാല് പാട്ട് പാടാൻ ഇഷ്ടമാണ്, ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്, കുക്കിംഗ് ഇഷ്ടമാണ്, വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെയാണ് എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങള്.
ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു സ്നേഹ, താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ സ്നേഹ വന്നു സംസാരിച്ചു. ഇനി അടുത്ത ആരാ? അടുത്ത ആരാണ്? ഞാൻ പേര് വിളിക്കട്ടെ? കേൾക്കുന്നുണ്ടോ? ഹലോ, ആ, കേക്കാം കേക്കാം. ഹായ്, എൻ്റെ പേര് അലീഷ. ഞാൻ ഇവിടെ എൻ്റെ വീട് വയനാടാണ്. ലൈക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഇവിടെ വയനാടാണ്. എൻ്റെ ഒറിജിനൽ ഹൗസ് തൃശ്ശൂരാണ്. ഞാനൊരു 1 വീക്കിന് വേണ്ടി ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്നിരിക്കുക. ഞാൻ എൻ്റെ ഹസ്ബൻഡും കൊല്ലത്താണ് ഉള്ളത്. ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുന്നത്. സോ MSW ലൈക്ക് ഇറ്റ് ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്ട്. ഞാൻ എൻ്റെ ഡിഗ്രിയിൽ ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് പറയായിരുന്നു ലൈക്ക് ഇഫ് ഐ ആം ഡൂയിങ് എ PG I would definitely go for MSW. സോ ഡിഗ്രി കഴിഞ്ഞു ഒരു 1-2 years ഞാൻ വേറൊരു ഇതിൽ എൻഗേജ്ഡ് ആയിപ്പോയി. ഞാൻ വേറൊരു കോഴ്സ് ചെയ്തായിരുന്നു, അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ നൗ മാരേജ് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒന്ന് ഫ്രീ ആയി. സോ ഐ തോട്ട് ഓഫ് ലൈക്ക് ഡൂയിങ് മൈ PGs. സോ ഇപ്പോൾ PGക്ക് ജോയിൻ ചെയ്തു ആൻഡ് ഐ എം സോ ഹാപ്പി. ലൈക്ക് എനിക്ക് ഹാപ്പിനെസ്സും ഉണ്ട്, മോറോവർ എനിക്ക് എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഇത് പഠിക്കാനായിട്ടുള്ളൊരു ഇതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്നറിയാനായിട്ട് നല്ല ലൈക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ എൻ്റെ അടുത്തുണ്ട്. ആൻഡ് ലൈക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ സബ്ജക്റ്റ്. ഇങ്ങനെ നമുക്ക് ലൈക്ക് നമ്മൾക്ക് നമ്മളെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നമ്മളിൽ കുറേ ചേഞ്ചസ് വരുത്താനൊക്കെ പറ്റും എന്ന് ഐ ബിലീവ് ഇൻ ദാറ്റ്. അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്തത്. ആൻഡ് കമ്മിങ് ടു മൈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഞാൻ വലിയ ടാലൻ്റ് ഉള്ള ഒരാളെന്നല്ല. ലൈക്ക് ഡാൻസ് ചെയ്യും, പിന്നെ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ഫ്രീ ടൈംസ് ഒക്കെ കിട്ടിയ ലൈക്ക് ഇഫ് ഐ എം ബോർഡ് ലൈക്ക് മ്യൂസിക് ക്യാൻ ഹീൽ മീ. അപ്പോൾ എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അതിൽ ഒരു റീഡിങ്ങിന് ചെറിയൊരു പോർഷനും ഉണ്ട്. ലൈക്ക് റീഡിങ് ഒത്തിരി അങ്ങ് ഞാൻ വായിക്കുന്നൊന്നുമില്ല, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ബുക്സൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ വായിക്കും. ദെൻ ടോക്കിംഗ് ഇവിടെ ഹസ്ബൻഡ് വീട്ടിൽ വന്ന എല്ലാവരും പറയും എൻ്റെ വായ കുറച്ച് നേരത്തെ അടച്ച് വെച്ച് വലിയ ഉപകാരമാകുന്നു. എനിക്കിങ്ങനെ വളർന്ന് സംസാരിക്കാൻ ഇഷ്ടമാണ്. ദാറ്റ്സ് ഓൾ അബൌട്ട് മീ. താങ്ക് യു. ഓക്കെ, താങ്ക് യു അലീഷ. അപ്പം അലീഷ പറഞ്ഞല്ലേ, അലീഷയ്ക്ക് ഒരു ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും തന്നെ എന്ത് വേണം, ആ ഒരു പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റും ഹാപ്പിനെസ്സും ക്യൂരിയോസിറ്റി ഒക്കെ എല്ലാവരും എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ആരാണ് വരുന്നത്? താങ്ക് യു അലീഷ. നെക്സ്റ്റ് ആരാണ് വരുന്നത്? ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഹലോ, എന്റെ പേര് പറഞ്ഞോട്ടെ. ആ, പറഞ്ഞോളൂ. എന്റെ പേര് ജിജി. ഓക്കെ, ക്യാം കോട്ടയമാണ് ഓൺ ആക്കിയിട്ട് പറയുവോ? ക്യാം ഓണാക്കി എന്നെ കാണാമോ നോക്കട്ടെ. ആ, നോക്കാം. കാണത്തില്ല, കുറച്ച് ബ്ലർ ആയിട്ട് കിടക്കാം. എന്റെ ഫോൺ ശരിയല്ല. കാണാമോ? ഓൺ ആക്കിയോ? ഓൺ ഓക്കെ, ആക്കി. കുഴപ്പമില്ല. ഓക്കെ, ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്. അപ്പം എന്റെ ഡിഗ്രി കാലഘട്ടം എന്ന് പറയുന്നത് 2003, 2006. അപ്പൊ കുറച്ച് ഏജ് ഉണ്ട്. അപ്പം അന്ന് ഞാൻ MSW ആയിട്ട് യാതൊരു ടച്ചും ഉള്ള ഒരു ഡിഗ്രി അല്ല പഠിച്ചത്. ഞാൻ BSc അക്വാകൾച്ചർ ആണ് ഞാൻ പഠിച്ചത്. അപ്പൊ എനിക്ക് സോഷ്യൽ വർക്കുമായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല. പക്ഷെ ഞാനിപ്പോ എനിക്ക് ചെയ്യുന്ന ജോലി സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ശരിക്കും ഇതിന്റെ ABCD ആണ് ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ കുറച്ച് പാടാണ്, എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ പഠിക്കുമ്പം ഇഷ്ടം, അതിനോടൊരു താല്പര്യമുണ്ട് പഠിക്കണമെന്ന്. പിന്നെ എന്താ പറയാ, ഒത്തിരി പേര് ഉണ്ടല്ലോ അല്ലെ, ഇപ്പം ഏജ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോന്ന് എനിക്കറിയില്ല. എല്ലാവരും ചെറിയ പിള്ളേരായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അല്ലല്ല, ആരും നമുക്ക് എല്ലാ ഏജിലുള്ള ആളുകളും ഉണ്ട്. ഉണ്ടല്ലേ? ഓക്കെ, അപ്പം ഓക്കെ, മിക്കവരും ഇപ്പൊ പറഞ്ഞവരെല്ലാം അത്യാവശ്യം കല്യാണം കഴിച്ച് കുറച്ച് നാളൊക്കെ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അപ്പം അല്ല, നമുക്കുണ്ട്, ലേണേഴ്സ് ഉണ്ട്. ഉണ്ടല്ലേ? ആ, ഉണ്ട്. അപ്പം എല്ലാരെയും കാണാൻ സാധിക്കുന്നതിലും എല്ലാം ഹാപ്പിയാണ്. ഓക്കെ, പ്രത്യേകിച്ച് ടാലന്റ് ആയിട്ടൊന്നും പറയാനില്ല. ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്, അത്രയേ ഉള്ളൂ പറയാനായിട്ട്. എന്റെ പിള്ളേരെ ഞാൻ പഠിപ്പിക്കുന്നു. കൂട്ടത്തിൽ എനിക്ക് പഠിക്കണം. ഇപ്പോഴാണ് എനിക്ക് പഠിക്കാൻ ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു സമയം
ആയത് ഒരു എന്താ പറയാ അതിനുള്ള ഒരു അപ്പം ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നു. That's ഓക്കെ all. ഓക്കെ ഗ്രേറ്റ്. Okay, ശരി. ഓക്കെ താങ്ക് യു ജിജി. സോ നെക്സ്റ്റ് ആരാണ് വരുന്നത്? ഇനിയും കുറെ പേരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ഒരാളുടെ വന്നിട്ട് നമുക്ക് ഓക്കെ ഫാത്തിമ. എന്റെ പേര് Okay, ഫാത്തിമ. ഞാൻ ഒരു ജനപ്രതിനിധിയാണ്. ഞാൻ തിരുവനന്തപുരത്താണ് താമസം. Okay. ഞാന് 2000 പ്രീ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ 2015 മുതലാണ് ജനപ്രതിനിധി ആയ മുതലാണ് പിന്നെ ഞാൻ ഡിഗ്രി എടുത്തതും. 2019 ഡിഗ്രി എടുത്തായിരുന്നു. BA പൊളിറ്റിക്സ് ആണ് എടുത്തത്. BA ഹിസ്റ്ററി എടുത്തു. പിന്നെ 2020 ഞാൻ LLBക്ക് ചേർന്നായിരുന്നു. 2023 ഇപ്പം 23 ഒക്ടോബറിൽ ഞാൻ ലാസ്റ്റ് എഴുതി പാസ്സായി. ഇപ്പോ ഇങ്ങനെ ജനപ്രതിനിധിയല്ലേ, അപ്പൊ എന്ത് പറഞ്ഞാലും ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ 9 വർഷം കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ജനങ്ങളെ സഹായിക്കുന്നതൊക്കെയാണല്ലോ എന്റെ ജോലി. അപ്പൊ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നാണ് എന്റെ ആഗ്രഹം വരുന്നത്. അങ്ങനെയാണ് ഞാനൊരു PG ചെയ്യണമെങ്കിൽ MSW ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അങ്ങനെയാണ് ഞാൻ ലേൺ വൈസിനെ ഞാൻ ഇപ്പൊ നമ്മുടെ മാഡത്തിന് പരിചയപ്പെടുന്നതും എല്ലാം. അപ്പോ എനിക്ക് അതിലെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോ എനിക്കത് ഇഷ്ടമായി തോന്നി തുടങ്ങി. അപ്പൊ എന്റെ പാഷനിൽ തന്നെ അത് പോകുന്നുണ്ട്. ഇത്ര ഓക്കെ താങ്ക് യു ഫാത്തിമ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലേ, നിങ്ങൾ എല്ലാവരും തന്നെ ഓരോരോ പാഷന്റെ പുറത്തോ അല്ലെങ്കിൽ കരിയറിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഓരോരുത്തരും എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തിട്ടല്ലേ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഇൻസൈറ്റ് കിട്ടുകയാണ് അല്ലേ. മാക്സിമം എല്ലാവരും തന്നെ മുന്നോട്ടേക്ക് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആക്റ്റീവ്ലി തന്നെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ താങ്ക് യു ഫാത്തിമ. സോ ഇനിയും നമുക്ക് നെക്സ്റ്റ് ഗെയിമിലേക്ക് പോകണോ അതോ ഒരാളെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കണോ? വൈഷ്ണവി മാം. നമുക്ക് എനിക്ക് തോന്നുന്നു ഒരാളും കൂടി അഫ്സാന റെഡി ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഫ്സാനയുടെയും കൂടി കേട്ടിട്ട് നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോവാം. ഓക്കെ ഓക്കെ അഫ്സാന. ഹലോ കേൾക്കാം. കേൾക്കുന്നുണ്ടോ? കേൾക്കാം പറഞ്ഞോളൂ. ഓക്കെ മാം, എന്റെ പേര് അഫ്സാന എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. തൃശ്ശൂരാണ് എന്റെ സ്ഥലം. പിന്നെ എന്തുകൊണ്ട് MSW എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് ആയിരുന്നു, ഡിഗ്രി ചെയ്തത് ലിറ്ററേച്ചർ ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് പീപ്പിളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പൊ ബാക്കിയുള്ള കോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇന്ററാക്ഷൻ വരുന്നില്ല. പഠിക്കുന്ന കാര്യം എന്താണോ അത് നമ്മൾ പേപ്പറിൽ അപ്ലൈ ചെയ്യാന്നുള്ള ഒരു സംഭവം മാത്രമാണ്. പക്ഷെ MSW ആവുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇന്ററാക്ട് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചത് എന്താണോ അത് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാൻ MSW എടുത്തത്. പിന്നെ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിനെ കുറിച്ച് കുറെ പേര് പറഞ്ഞു നല്ല കോഴ്സാണ്. അപ്പൊ എനിക്കും തോന്നി എൻ്റെ ഒരു എന്താ പറയാ ക്യാരക്ടർ വെച്ചിട്ട് കുറച്ചും കൂടെ MSW ആയിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് സ്വയം തോന്നി. അങ്ങനെയാണ് പിന്നെ ഞാൻ MSW മതി എന്ന് തീരുമാനിച്ചത്. ഓക്കെ അഫ്സാന, താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ സോ നമുക്കിനി നെക്സ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡിയാണോ? ഓക്കെ സോ വൈഷ്ണവി മാം ഷെയർ ചെയ്യുമോ സ്ലൈഡ്? സോ നമ്മുടെ ഗെയിമിന്റെ പേര് അംബാനെ ശ്രദ്ധിക്കണ്ടേ എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയോ ഈ ഡയലോഗ്? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അംബാൻ, അറിയോ? അറിയാം മാം. ഓക്കെ ഓക്കെ സോ ആർഷ്യനെ മ്യൂട്ട് ചെയ്തിട്ട് നോക്കട്ടെ. ഓക്കെ സോ ഗെയിം എന്താന്നുള്ളത് ഫാത്തിമ ഒന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ സോ നമ്മള് കുറെ മൂവീസിന്റെ ഒക്കെ ഒരു BGM ഓക്കെ അല്ലെങ്കിൽ ഒരു മ്യൂസിക് നിങ്ങളെ ഒന്ന് ആദ്യം കേൾപ്പിക്കും. അപ്പൊ നിങ്ങൾ അത് കേട്ടിട്ട് നിങ്ങൾ എന്ത് ഐഡന്റിഫൈ ചെയ്യാം, ഏത് മൂവി ആണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ഇതാണ് ഗെയിം. എല്ലാവർക്കും മനസ്സിലായോ? ഒരു BGM നിങ്ങളെ കേൾപ്പിക്കും, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഏത് മൂവിയിലാണ് ആ ഒരു BGM എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഇതാണ് ഗെയിം. സോ വൈഷ്ണവ് മാം ഒരു മിനിറ്റ്. Sagar Alias ഏതാണ് സിനിമ? ആർഷ്യ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. സാഗർ ഏലിയസ് ജാക്കിയാണോ സിനിമ? ജാക്ക് റീലോഡഡ്.
അല്ല 20-ാം നൂറ്റാണ്ടോ സിനിമ? ഓക്കെ, സോ അശ്വിൻ 20-ാം നൂറ്റാണ്ട് പറഞ്ഞു. പിന്നെ ആരാ 20-ാം നൂറ്റാണ്ട് പറഞ്ഞത്? ഞാനാ പറഞ്ഞു. ജിജി. ഓക്കെ, ജിജിയാ പറഞ്ഞല്ലേ? കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ്. അടുത്ത പാട്ട് നോക്കാം നമുക്ക്. ഓക്കെ, ഏതാണ്? മീശമാധവൻ അല്ലേ? കല്യാണരാമൻ, മീശമാധവൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇല്ല, ഭൂരിഭാഗം ആൾക്കാരും മീശമാധവൻ തന്നെയാ പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഓക്കെ, അറിയില്ല. നമ്മുടെ എവർഗ്രീൻ മൂവിയാണ് അല്ലേ? ഓക്കെ, സോ കറക്റ്റ് ആൻസർ മീശമാധവൻ ആയിരുന്നു. മീശമാധവൻ. പഴയ കറക്റ്റ് ആണ് കേട്ടോ. വൈകുന്നേരം. ഓക്കെ, സോ കറക്റ്റ് ആയിരുന്നു. എല്ലാവരും മിക്കവരും പറഞ്ഞിട്ട് എല്ലാവരും മിന്നായിരുന്നാണ് പറഞ്ഞത്. സോ നെക്സ്റ്റ് നമുക്ക് കേൾക്കാം. ബീജിയം ഏതാണ്? കിലുക്കം പറഞ്ഞു അല്ലെ? ആരാ? ഹിമയാണെന്ന് തോന്നുന്നു അല്ലെ പറഞ്ഞ കിലുക്കം? യെസ്, ഹിമ പറഞ്ഞിട്ടുണ്ട് കിൽക്കൊന്ന്. കുറെ പേര് പറഞ്ഞിട്ടുണ്ട് മൺചിത്രത്താഴ്. കറക്റ്റ് അല്ലെ? മൺചിത്രത്തിന്റെ ഒക്കെ ബീജിയം അറിയാത്ത ആരും ഇല്ല. ഓക്കെ, സോ നെക്സ്റ്റ് ബീജിയം നോക്കാം. ഏതാണ്? KGF എന്ന് കുറെ പേര് പറഞ്ഞു. KGF കറക്റ്റ്. സോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാട്ടോ. എനിക്ക് കുറച്ച് പേരെ പറയുന്നതെന്ന് തോന്നുന്നു. കമ്മീഷണറാണോ? CBI ആണോ? കമ്മീഷണർ ആൻസർ നോക്കാം. കറക്റ്റ് ആണ് കേട്ടോ. കമ്മീഷണർ ആണ്. CBI എന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. CBI അല്ല. ഓക്കെ, സോ നെക്സ്റ്റ് മറ്റേ പടം ഏത് പടം? ഒരാൾ അഡാർലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സജിനെയാണ് അഡാർലോ പറഞ്ഞത്. ഓക്കെ, സോ നെക്സ്റ്റ് രാജാറാണിന്ന് സ്നേഹ പറയുന്നുണ്ട്. രാജാറാണി കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഹിമയും സ്നേഹയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞു ആണോ? അതെ അല്ലേ? ഓക്കെ, മഞ്ഞുമ്മലാണല്ലേ? നമുക്ക് കുഴി വീണ സുഭാഷിനെ ഒന്നും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. ഓക്കെ, സോ നെക്സ്റ്റ്
കേക്കാം. Yes, at last. ഓക്കെ. ആവേശം. പ്രതിഭാസത്തിന്റെ മൂവി അതല്ലേ? ആവേശം. ഓക്കെ, ആവേശമാണ്. കുറെ പേര് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആവേശം. നെക്സ്റ്റ്. സോറി. പ്രേമം. പ്രേമം. എല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് സ്നേഹ, സജന, പ്രേം പറയുന്നുണ്ട്. കറക്റ്റ്, പ്രേമാണ്. സജന പറഞ്ഞു ദേവദൂതൻ, സ്നേഹ പറഞ്ഞു ദേവദൂതൻ. ഓക്കെ, കറക്റ്റ് ആണ്. രോമാഞ്ചം. ആ, പ്രേമലു പ്രേമലു എന്ന് പറയാണ്. ഓക്കെ, ഒരാൾ രോമാഞ്ചം പറഞ്ഞു. ഓക്കെ, കറക്റ്റ് ആണോ? ഉറപ്പാണോ പ്രിയങ്ക? യെസ്, കറക്റ്റ്. ഓക്കെ, സോ നമ്മുടെ ആ ഗെയിം കഴിഞ്ഞു. ഇനി വിളിക്കട്ടെ ഷാനിൽ. ഓക്കെ, സാരിൻ. ഓക്കെ, പറഞ്ഞോളൂ സാരിൻ. ഹലോ, കേൾക്കാവോ? ഓക്കെ, കേൾക്കാം. എൻ്റെ പേര് സെറിൻ ആക്ടി എന്നാണ്. ഞാൻ BA സോഷ്യോളജിയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ 14 വർഷമായി. പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോ ഫ്രീ ആയി. അപ്പോ MSW എടുത്ത്. പിന്നെ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ സാരി ഡിസൈൻ ചെയ്യും. ഇതിന്റെ ഇടയിൽ ഞാൻ ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഇവിടെ അടുത്ത സ്കൂളിൽ ക്രാഫ്റ്റ് ടീച്ചറായിട്ട് പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ, മൾട്ടി ടാലന്റഡ് ആണല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഉണ്ട്. ഓക്കെ, സോ താങ്ക് യു സെറിൻ. അടുത്ത ആരാണ്? ഓക്കെ, സൽമിയ, പറഞ്ഞോളൂ. എന്റെ പേര് സൽമിയ. ഞാൻ കോട്ടയത്ത് ഈരാറ്റുപേട്ട എന്നുള്ള സ്ഥലത്താണ്. കല്യാണം കഴിഞ്ഞു, പക്ഷെ ഇപ്പൊ ഡിവോഴ്സ്ഡ് ആണ്. ഒരു കൊച്ചുണ്ട്. മോണ്ടിസോറി ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞിട്ട് വേറെ എനിക്ക് ഡിഗ്രി ഞാൻ പാർഷ്യലി കംപ്ലീറ്റഡ് ആണ്. BCom ഫിനാൻസ് ആയിരുന്നു എടുത്തോണ്ടിരുന്നത്. അപ്പൊ അതെനിക്ക് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ എനിക്ക് BSW ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ എടുക്കാൻ പറ്റിയിട്ട് ആ കോഴ്സ് എനിക്ക് കിട്ടിയില്ല. അപ്പൊ പിന്നെ ഇതിപ്പോ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ട്. സോഷ്യൽ വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചൂസ് ചെയ്തു. ഓക്കെ, താങ്ക് യു സൽമിയ. നെക്സ്റ്റ് ആരാണ് വരുന്നത്? പേര് വിളിക്കട്ടെ. ഞാൻ പറഞ്ഞോട്ടെ മാം. ഓക്കെ, ഷാനിൽ പറഞ്ഞോളൂ. എൻ്റെ പേര് ഷാനിൽ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാനൊരു സോഷ്യൽ വർക്കറാണ്. ഒരു ഓർഫനേജ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി എനിക്ക് MSW എടുത്ത കുറച്ച് നന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ BSW കോഴ്സിന് ചേർന്നത്. വിവാഹിതനാണ്, 2 പിള്ളേരുണ്ട്. ഞങ്ങൾ കുടുംബമായിട്ട് നടത്തുന്ന ഓർഫനേജ് ആണ്. ഓക്കെ. സോ ഷാനിൽ നമുക്കല്ലേ ഒരു ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ടല്ലേ? ആള് സ്വന്തമായിട്ട് ഒരു ഓർഫനേജ് ഒക്കെ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ സോ നിങ്ങൾക്കും ഇനി ഫ്യൂച്ചറിൽ ഇതുപോലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു ഷാനിൽ. ഓക്കെ, നെക്സ്റ്റ് ആരാണ് പറയുന്നത്? പേടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. പോൾ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. പോൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. പോള്, എറണാകുളം വീട്. ഇവിടെ കളമശ്ശേരി തന്നെ ഒരു ഹോസ്റ്റലിൽ വർക്ക് ചെയ്യാം. അതിൽ ചാർജ് നിൽക്കുകയാണ്. ഇത് 10-30 പിള്ളേർ മൊത്തം ഉണ്ട് ടോട്ടലി. അപ്പൊ അതിന്റെ മൊത്തം ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് BSW ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്ത നല്ല ഇയർ ഗ്യാപ്പ് കണ്ടിട്ടാണ് ഞാൻ ഇത് ജോയിൻ ചെയ്യുന്നത്. ഡിഗ്രി ഡിഗ്രി എടുക്കുക. പിന്നെ എന്നോട് ഞാൻ ഇതിന് സജഷൻ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ ചെയ്തു. കാരണം നീ വർക്ക് ചെയ്യുന്ന അങ്ങനെയാണ്, മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് നീ വർക്ക് ചെയ്യുന്നതെല്ലാം.
അപ്പൊ നീ നമുക്ക് BSW ചെയ്യാൻ പറ്റിയെങ്കിൽ നല്ലതാണ് ചെയ്യാൻ പറഞ്ഞ അങ്ങനെ പുള്ളിയുടെ പ്രൊമോഷനാണ് ഞാൻ അവസാനം ജോയിൻ ചെയ്യുന്നതിന് കാരണം. ഓക്കെ, സോ നമുക്ക് കൂടുതൽ പഠിക്കാം അല്ലേ? Yeah. ആ ഒരു കോഴ്സ് എന്താണ്, ആ ഒരു പ്രൊഫഷനിലേക്ക് നമുക്ക് ഇറങ്ങാം. ഓക്കെ, സോ താങ്ക് യു പോൾ. സോ വൈഷ്ണവി മാം, നമുക്ക് ഇനിയും ആരെങ്കിലും വിളിക്കണോ, അത് ഗെയിം സ്റ്റാർട്ട് ചെയ്യണോ? എനിക്ക് തോന്നുന്നു നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട് അല്ലേ? നമുക്ക് ലാസ്റ്റ് ഗെയിമിലോട്ട് പോയാലോ അങ്ങനെയാണെങ്കിൽ? ഓക്കെ, ഓക്കെ, കാണുന്നുണ്ടോ? കാണാം. എല്ലാവർക്കും കാണാലോ? യെസ് മാം. ഓക്കെ, നമ്മുടെ ഈ ഒരു ഗെയിമിന്റെ പേരാണ് ഗ്രാബ് ആൻഡ് റൺ. എന്തായിരിക്കും ഗ്രാബ് ആൻഡ് റൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പോയിട്ട് ഒരു സാധനം എടുത്തിട്ട് വന്നിട്ട് സ്ക്രീനിന്റെ മുമ്പിൽ കാണിക്കുക. ഓക്കെ, സോ എല്ലാരും ഫോണൊക്കെ അങ്ങനെ ചെരിച്ച് വെച്ചിട്ട് സീറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണം. ഓക്കെ, സൽമിയ എല്ലാം റെഡി ആയിട്ട് വെക്കുന്നുണ്ട്. അതെ, എല്ലാരും റെഡി ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാല്. ഓക്കെ, എല്ലാരും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. പറ്റുന്ന പോലെ തന്നെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഒബ്ജക്റ്റ് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ബുക്കാണ് കേട്ടോ ആദ്യത്തെ ഒബ്ജക്റ്റ്. ഓക്കെ, ഹിമയുടെ അടുത്ത് തന്നെ ബുക്ക് ഉണ്ടായിരുന്നു. സാൽമിയ കൊണ്ടുവന്നിട്ടുണ്ട് ബുക്ക്. ഓക്കെ, പോളിന്റെ അടുത്ത് ബുക്ക് ഉണ്ട്. ഷാനിൽ, എനിക്ക് തോന്നുന്നു മിക്ക എല്ലാവരുടെ അടുത്ത് കയ്യില് ബുക്ക് ഉണ്ട്. ഇന്ന് എന്തോ പഠിപ്പിക്കാൻ പോവാന്നൊക്കെ വിചാരിച്ച ആൾക്കാർ ബുക്കൊക്കെ എടുത്ത് നോട്ട് ചെയ്യാൻ വേണ്ടി തോന്നുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് അടുത്തല്ലിട്ട് പോവാം അങ്ങനെയാണെങ്കിൽ. കപ്പ്, മഗ് അല്ലെങ്കിൽ കപ്പ്. കപ്പ് ഉണ്ട്. ഓക്കെ, ചായക്കോപ്പയൊക്കെ എടുത്ത് കൊണ്ടിരുന്നുണ്ട് സാൽമിയ. അതെ, ഓക്കെ. സ്നേഹ എടുത്തു. സജന പോയി, വന്നില്ല. പക്ഷേ പോളിന്റെ കയ്യിലുണ്ട്. ഓക്കെ, കുറെ പേര് പോയിട്ടുണ്ട് കേട്ടോ, വന്നിട്ടില്ല. ഓടിങ് എത്തുന്നില്ലല്ലോ ആരും. ഓക്കെ, അപ്പൊ മിക്കവരുടെയും കയ്യിൽ കിട്ടിയ ഷാനലിന്റെ കണ്ടു, കപ്പ് കണ്ടു. നമുക്ക് അടുത്തതിലോട്ട് പോയാലോ? പോവാം. ഗ്രാബ് സംതിങ് ദാറ്റ് ഈസ് ബട്ടൺ ഉള്ള എന്തെങ്കിലും എടുക്കണം കേട്ടോ. ഓക്കെ, ഫോണ്, മൊബൈൽ ഫോണ്. ഓക്കെ, മൊബൈൽ ഫോൺ അല്ലാണ്ട് ഒന്ന് ക്രിയേറ്റീവ് ആയിട്ട് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ തന്നെ ബട്ടൺ ഉണ്ടാവില്ലേ? ബട്ടൺ ഉണ്ടോ നോക്കൂ കേട്ടോ. എനിക്ക് തോന്നുന്നു അനിൻ കാറിലാണ് ഇരിക്കുന്നത്. ഉള്ള പരിമിതി വെച്ചിട്ടൊക്കെ നോക്കൂ. കണ്ടു, ഹിമയുടെ ഷർട്ട് കണ്ടു. ഹിമ ഇസ്തിരി ഇട്ട് സ്നേഹ വെച്ചിരിക്കാൻ തോന്നുന്നുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഷർട്ട്. അച്ഛൻ അച്ഛനിട്ട് വെച്ചിരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത സാധനത്തിലോട്ട് പോവാം. കണ്ണാട. കണ്ണാട ഇല്ല അവിടെ? വീട്ടിലാർക്കും ഇല്ല പോൾ കണ്ണാട? നല്ല ഇതാന്ന് തോന്നുന്നു, പവർഫുള്ളാന്ന് തോന്നുന്നു. ഓക്കെ, ഹിമ എടുത്തിട്ട് വന്നു. സാൽമിയ ഓടിപ്പോയി എടുക്കുന്നുണ്ട് കണ്ണാട. എന്റെ തന്നെ. സ്നേഹ എടുത്തു വെച്ചു. നേരിന് കിട്ടിയില്ലേ കണ്ണാട? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സാധനത്തിലോട്ട് പോവാം. ഗ്രാബ് സംതിങ് വിച്ച് ഇസ് ഇൻ വുഡ്. മരത്തിന്റെ എന്തെങ്കിലും. നിങ്ങൾ ഇരിക്കുന്ന ചെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, വുഡ് ആണെന്നുണ്ടെങ്കിൽ ചെയർ, സ്റ്റൂള് ഒക്കെ കാണിക്കുന്നുണ്ട്. പെൻസില്. ഓക്കെ, സാൽമിയും അതുപോലെ എന്തോ കാണിക്കുന്നുണ്ട്. ചെയറൊക്കെ. ചാർജർ. അടുത്ത് തന്നെ ഉണ്ടാവും എല്ലാവരുടെയും അല്ലേ? എല്ലാവർക്കും കിട്ടി ചാർജർ. കാണുന്നില്ലല്ലോ. അല്ല, എനിക്ക് കണ്ടുകൂടാ. അതെയോ? അതാണ് ഞാൻ നിക്കുന്നത്. എന്താണെന്ന് അറിഞ്ഞൂടാ. അയ്യോ, ചാർജർ ആണ് കേട്ടോ. ചാർജർ ആണ് കേട്ടോ. ചാർജർ. ഓക്കെ, സോ നമുക്ക് അടുത്തോട്ട് പോയി. എല്ലാവർക്കും കിട്ടി ചാർജർ. നമുക്ക് അടുത്തോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ ഗ്രാബ് സംതിങ് വിച്ച് ഇസ് ഇൻ കളർ. റെഡ് കളർ. ടീച്ചർ, പക്ഷെ ഒന്നും കാണുന്നില്ല. കുഴപ്പമില്ല. അത് കുഴപ്പമില്ല കേട്ടോ സജന, കുഴപ്പമില്ല.
ഓക്കെ. റെഡ് ഷാനിൽ, ഷോള്, സ്നേഹ, റെഡ് അനിൻ, ബാഗ്, റെഡിന്റെ സ്കെച്ച്. ഓക്കെ. റെഡ് സെലോ ടേപ്പ്. ഓക്കെ. ഓക്കെ, എല്ലാവർക്കും റെഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്നാ അടുത്തോട്ട് പോവാം. വാട്ടർ ബോട്ടിൽ ചിലപ്പോ അടുത്തന്നെ ഉണ്ടാവും എല്ലാവരുടെ അല്ലേ? വാട്ടർ ബോട്ടിൽ. ആർഷ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എല്ലാം കിട്ടി, പക്ഷെ നെറ്റിലാണ്, കുഴപ്പമില്ല. ഓക്കെ. സോ കോൾ ഓടി എടുത്തോണ്ട് വന്നിട്ടുണ്ട് വാട്ടർ ബോട്ടിലൊക്കെ. ഓക്കെ. ചെറിന്റെ കയ്യിലില്ല. ഓക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തോട്ട് പോവാം. ഓക്കെ. സ്കെച്ച് പെൻ. സ്കെച്ച് പെൻ ആരുടെ ഉണ്ട്? സെറിന് കിട്ടി, ഇമ്മയ്ക്ക് കിട്ടി. ഇന്ന് കുട്ടികളുള്ളവരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ഷാൽമിയക്ക് സ്കെച്ച് കിട്ടി. പെൻ. അതെ, ആ. പോളിന് കിട്ടി. ഉം. ചാനൽ എടുത്തോണ്ട് വരുന്നുണ്ട്. കിട്ടി. ഓക്കെ. സാൽമിയക്ക് കിട്ടി. ഓക്കെ, മിക്കവർക്കും കിട്ടി സ്കെച്ച് പെൻ അല്ലെ? നമുക്ക് ഇനി ഓ. അടുത്തിലോട്ട് പോവാട്ടോ. സംതിങ് ദാറ്റ് ഇസ് ഷാർപ്പ്, മൂർച്ചയുള്ള എന്തെങ്കിലും. സാൽമിയ കത്തിരിക്ക അടുത്തന്നെ വെച്ചിരിക്കുക. ഓക്കെ. സെറിന് കിട്ടി, സജനയ്ക്ക് കിട്ടി. പെണ്ണിന്റെ നിബ് കാണിക്കുന്നുണ്ട് സജന. ഇമ്മയ്ക്ക് സ്നേഹയ്ക്ക് കിട്ടി. കിട്ടി. ഷാനിലിന് ഇതുവരെ കാണുന്നില്ല. പോളിന് അല്ലെങ്കിൽ അത് അവൾ കിട്ടി. എവിടെയെങ്കിലും കൊണ്ട് കളയും. ഷാനിൽ എടുക്കാൻ പോയിട്ട് വന്നില്ലല്ലോ പിന്നെ പിന്നെ അത് തിരിച്ച്. അനിൻ തപ്പുന്നുണ്ട് വണ്ടിയിൽ ഇരുന്നിട്ട്. ഇല്ല, കിട്ടിയില്ല ഒന്നും. കുഴപ്പമില്ല. ഓക്കെ, അടുത്തേക്ക് പോവാം നമുക്ക്. ഹെഡ്സെറ്റ്. മിക്കവരുടെയും കാണും. അതെന്തായാലും ആൾക്കാരുടെ കയ്യിലുണ്ടാവും അല്ലെ? അതെ. എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഹെഡ്സെറ്റ്. ഓക്കെ. പോൾ ഓടി പോയിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. ഓക്കെ, മിക്കവരും കാണിച്ചു. ചാനൽ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ. അടുത്തത് എന്താണ്? ബാഗ്, ഹാൻഡ് ബാഗ്. ഹാൻഡ് ബാഗ് ആണ് കേട്ടോ അടുത്തത്. ഓക്കെ. ഹിമ, ഹിമ, സജന. സെറിൻ. ഓക്കെ, എല്ലാവരുടെ അടുത്ത് തന്നെ ഉണ്ട് ബാഗ്. അതെ. ഷാനിൽ ബാഗ് കിട്ടി. പോളിന്റെ വീട്ടിലില്ല ബാഗ്. വയ്യ എണീക്കാൻ, മടുത്തു, ക്ഷീണിച്ചു മടുത്തു. തോന്നുന്നു. ബാഗില്ല. ഇല്ല, ബാഗ് ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. സംതിങ് ദാറ്റ് ഇസ് സോഫ്റ്റ്, എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളുള്ള വീട്ടിലുണ്ടാവും എന്തായാലും. പില്ലോ അല്ലെങ്കിൽ ടോയ്. അതെ, ടോയ്, ഹിമ പില്ലോ. കൊണ്ടുവന്നു. സജന ഒരു പില്ലോ പാവക്കുട്ടീനെ എടുത്തിട്ട് എടുത്തു. വന്നിട്ടുണ്ട്. പില്ലോ എടുത്തിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. പോൾ എടുത്തു പില്ലോ. സെറിനതാ ടോയ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഷാനിൽ എന്തോ എടുക്കാൻ പോയിട്ട് പിന്നെ കണ്ടിട്ടില്ല. സജന എടുത്തോ? എടുത്തായിരുന്നു. ഷാനിലിന് കിട്ടി ടോയ് ഒക്കെ. ഓക്കെ. ഓക്കെ. ടവൽ. ടവൽ എല്ലാവരുടെയും കാണും അല്ലെ? എല്ലാരും ഓടുകയാണ്. സെറിന് കിട്ടി. ഓക്കെ. സെറിന് പോളിന് ഏകദേശം അതേപോലത്തെ ടവൽ തന്നെ കയ്യിൽ കിട്ടി. ഓക്കെ. സജനയ്ക്ക് കിട്ടി. മിക്ക എല്ലാവർക്കും കിട്ടി കേട്ടോ ടവലൊക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഗ്ലാസ്, വെള്ളം അല്ല കേട്ടോ, ഗ്ലാസ്. പോളിനുണ്ട് ഗ്ലാസ് അടുത്ത് തന്നെ. ഹിമ എടുത്തുകൊണ്ട് വന്നു ഗ്ലാസ്. സാൽമിയക്ക് കിട്ടി ഗ്ലാസ്. സെറിന് കിട്ടി. സാൽമിയ ഓടിക്കൊണ്ടിരിക്കുവാണല്ലോ ഇങ്ങനെ. ഷാനിന് കിട്ടി ഗ്ലാസ്. ഓക്കെ. കുഴപ്പമില്ല, കുഴപ്പമില്ല. കഴിഞ്ഞു കേട്ടോ, നമ്മുടെ ഗെയിം ഒക്കെ കഴിഞ്ഞു. ക്ഷീണിച്ചോ എല്ലാവരും? എക്സസൈസ് ആയില്ലേ ചെറുതായിട്ട് ഒന്ന് നടന്നപ്പോഴൊക്കെ? ഇഷ്ടപ്പെട്ടോ? നല്ല സെഷൻ. എല്ലാരും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലേ? കൊള്ളാം. ഓക്കെ. സോ ഇനി നമുക്ക്
ഇൻട്രൊഡക്ഷൻ നമുക്ക് ഇനി ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ബാക്കിയുള്ളവരോട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവോ? ഫാത്തിമ, ഇനി ആൾക്കാരില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. 1 മണിക്കൂർ ഓക്കെ ആയില്ലേ? ഓക്കെ ശരി. ഓക്കെ, എനിക്ക് തോന്നുന്നു അനിൻ അബ്രഹാമിന് പറയാനുണ്ടെന്ന് തോന്നുന്നു. അനിൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ അനിൻ കേൾക്കുന്നില്ല. അനിൻ മ്യൂട്ടിലാണ്. എൻ്റെ പേര് അനിൻ, ഇടുക്കി ജില്ലയിലെ കുമളിക്കട് ചക്കോളം എന്ന സ്ഥലം. ഞാനൊരു കാർഡോൺ പ്ലാന്റർ ആണ്. 2007-2009 ബാച്ച് ഡിഗ്രിക്കാരനാണ്. ബികോം ഡിഗ്രി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാരാണ്. ഞാൻ വിവാഹിതനാണ്. 4 വയസ്സൊരു കൊച്ചുണ്ട്. ഇപ്പോൾ ഞാൻ കൃഷി സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. എന്നെ ഒരു പാഷനാണ് MSW എടുക്കണമെന്ന്. കാരണം സോഷ്യൽ വർക്കുകളും അത്യാവശ്യം ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ അനിൻ, താങ്ക് യു അനിൻ. ഓക്കെ നമുക്ക് 1 മണിക്കൂർ ആയതുകൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ ഓക്കെ നിങ്ങളിൽ ആരെങ്കിലും ഇന്നത്തെ സെഷൻ ഇഷ്ടപ്പെട്ട ഒരാൾ വന്നിട്ട് ഒന്ന് ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു. ആരാണ് ഫീഡ്ബാക്ക് പറയാനുള്ളത്? ഇനി ആർക്കെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ സെഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്? ഗെയിംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, മൊത്തത്തില് നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നുള്ളത്? ഓക്കെ, ഞാൻ പറയാം. ഓക്കെ എൻ്റെ പേര് സോനു എന്നാണ്. ഞാൻ ഇൻട്രൊഡക്ഷൻ സെഷനിൽ പരിചയപ്പെടുത്തിയില്ല. സോനു, എൻ്റെ വീഡിയോ ഇവിടെ ഓൺ ആക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണോ? എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. അത് ഞാൻ ഇഷ്യൂ ഉണ്ടോ? വീഡിയോ കുഴപ്പമില്ല കുഴപ്പമില്ല ഓൺ ആക്കിയപ്പോഴെല്ലാം സ്റ്റോപ്പ് ആയി പോയതായിരുന്നു. അപ്പോ കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഓക്കെ, എൻ്റെ സ്വന്തം നാട് കൊല്ലമാണ്. അപ്പോ ഞാൻ എനിക്ക് കുറച്ച് മിസ്സായിട്ടുണ്ട്. ഗെയിംസിന്റെ ഒക്കെ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഓവറോൾ നന്നായിരിക്കുന്നു. അതായത് ഞാൻ ആക്ച്വലി 2018 MSW ജോയിൻ ചെയ്തതാണ് സോഷ്യൽ വർക്കില്, IGNOയിൽ തന്നെ. അപ്പൊ പിന്നെ അത് ഞാൻ അതിനുശേഷം സെക്കൻഡ് ഇയർ എക്സാം ആയിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് മണിപ്പൂരിൽ ഒരു വർക്കുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷമാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് തന്നെ വന്നത്. അപ്പോൾ അന്ന് നമ്മളുടെ ഒരു പ്രശ്നം ഇത്തരത്തിലൊരു പ്രോപ്പർ ഗൈഡിങ് ഇല്ലാത്തതിന്റെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് ഇപ്പോ നമുക്ക് തോന്നുന്നത് ഇത്തരത്തിലൊരു ഗൈഡിങ് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് ഉള്ളതൊരു അഭിപ്രായം പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും തന്നെ നല്ല പോസിറ്റീവായിട്ട് നമ്മളോടൊപ്പം കാണുന്നുണ്ട്. അപ്പം നിങ്ങളെ കാണുന്നതിന് ഒരു സന്തോഷം. അപ്പൊ ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഇത്തരം ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. താങ്ക് യു താങ്ക് യു. സോനു, താങ്ക് യു സോ മച്ച്. എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ സാധിക്കട്ടെ ഈ ഒരു 3 വർഷം കൊണ്ട് കേട്ടോ. താങ്ക് യു. ഓക്കെ, വേറെ ആരാണ് മുന്നോട്ട് വരിക? ഞാൻ പറയാം. ഓക്കെ, ഹിമ. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ആക്ച്വലി ഇതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് ആയിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനായിട്ട് സന്തോഷത്തോടു കൂടി ഇരുന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാം എന്ന് എനിക്ക് വളരെ വളരെ ഹാപ്പി ആയിട്ട് പറയാൻ പറ്റും. പിന്നെ പ്രോഗ്രാംസ് എല്ലാം തന്നെ വളരെ നന്നായിരുന്നു. കുറെ നാളായി ഞാൻ ഇങ്ങനത്തെ ഗെയിംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ഫസ്റ്റ് പ്രോഗ്രാം ആണെങ്കിലും ലൈക്ക് എനിക്ക് എന്റെ മെമ്മറി പവർ തന്നെ കുറച്ച് പഠിക്കാൻ പറ്റി. അതിനുശേഷമുള്ള പ്രോഗ്രാമും നല്ലതായിരുന്നു. ദെൻ ലാസ്റ്റ് ഗെയിം വളരെ അടിപൊളിയായിരുന്നു. നന്നായിട്ട് ആക്റ്റീവായിട്ട് ഓടി നടന്ന എല്ലാ കാര്യവും ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ കുറെ പേരെ പരിചയപ്പെടാൻ സാധിച്ചു കോഴ്സിനെ കുറിച്ച്. പിന്നെ വളരെ ചാമിങ് ആയിട്ട് വളരെ ഗോർജിയസ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള 2 മാമുമാരെ പരിചയപ്പെടാൻ സാധിച്ചു. അതിൽ ഭയങ്കര സന്തോഷമാണ്. ഓവറോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓറേഷൻ വാസ് വെരി ബ്യൂട്ടിഫുൾ. ഐ എം സോ ഹാപ്പി ഹിയർ. താങ്ക് യു എവരിവൺ. താങ്ക് യു സോ മച്ച് ഹിമ. താങ്ക് യു. ക്ലാസ് നല്ലതായിരുന്നു. ഹിമ പറഞ്ഞ പോലെ കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ചത്. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ രണ്ടുപേരും നല്ല ഇൻസ്പിറേഷൻ ആണ്. പിന്നെ നല്ലതായിരുന്നു. ഓക്കെ, സോ ഇത് നമ്മുടെ ഫസ്റ്റ് സെഷൻ ആണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് അടുത്ത സെഷൻ എപ്പോഴാന്നുള്ളത് ഫാത്തിമ മാം അറിയിക്കും. അപ്പൊ ആ സെഷന് ബുക്കും പേനയൊക്കെ കൊണ്ടുവന്ന് കയ്യിൽ വെക്കണം. കാരണം ഇനി നമുക്കുള്ള സീരിയസ് സെഷൻസ് ആണ്.
അതായത് നെക്സ്റ്റ് സെഷനിൽ നമ്മൾ ഒരു സിലബസ് ഡീകോഡിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ നിങ്ങളുടെ സിലബസ്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ഒരു കൊല്ലം, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഫസ്റ്റ് ഇയറിലത്തെ എല്ലാ ഡീറ്റെയിൽസും ഈ നെക്സ്റ്റ് കമ്മിങ് സെഷൻസിലൊക്കെ നമ്മൾ പറയും. പിന്നെ ഇഗ്നോനെ കുറിച്ചുള്ള സെഷൻ ഉണ്ടാകും. അങ്ങനെ ഈ ഒരു 10 സെഷൻ ഉണ്ടെന്ന് ആദ്യം മാം പറഞ്ഞു അല്ലെ. 10 സെഷനും ഇതുപോലെ കുറച്ച് ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മൾ നടത്താനാണ് പ്ലാന്. അപ്പോൾ ഒരു സെഷൻസും നിങ്ങൾ മിസ് ചെയ്യാതെ നോക്കുക കേട്ടോ. എല്ലാ സെഷൻസും അറ്റൻഡ് ചെയ്യാൻ നോക്കുക മാക്സിമം. ഇത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മുടെ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോംവർക്ക് പോലെ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരുന്നതാണ്. അത് ഫാത്തിമ മാം ഇപ്പൊ ഷെയർ ചെയ്യും, എന്നിട്ട് അത് പറഞ്ഞു തരും എന്താന്നുള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് ഓരോ സെഷൻ ഇതുപോലെ ടാസ്ക് കാണും. സോ നമ്മുടെ ഈ ഒരു വെൽക്കം മീറ്റിന്റെ ടാസ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, സോ അതിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ പേര് നിങ്ങൾ എഴുതണം, അതേപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത്, നിങ്ങളുടെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ എന്താണ്, നിങ്ങളുടെ ഹോബീസ് എന്താണ്, ഇനിയിപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോബ് എന്താണ് വരുന്നത് എന്നൊക്കെ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് എനിക്ക് എഴുതിയിട്ട് അയച്ചു തരിക. ഞാൻ ഈ ഒരു PDF നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പിടികിട്ടിയോ? സോ ഇതിന്റെ ഒരു ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഫാത്തിമ മാമുമായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാമിന് മനസ്സിലാവണല്ലോ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ് അല്ലെ, എന്നാലേ മാമിന് കൂടുതൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ടാസ്ക് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അടുത്ത സെഷന് മുമ്പായിട്ട് നിങ്ങൾ ഈ ടാസ്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ മടിയുണ്ട്, എങ്ങനെ എഴുതിയൊന്നും അയക്കൊന്നും വേണ്ട, ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തിട്ട് മാമിന് അയച്ചു കൊടുക്കുക വാട്സാപ്പിൽ. ഇനി ടൈപ്പ് ചെയ്യാൻ മടിയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഓഡിയോ ആയിട്ട് സെൻഡ് ചെയ്യാം മാമിന്. ഓക്കെ, സോ ഇത് അടുത്ത സെഷൻ ഇന്നോ നാളെ ആയിട്ട് തന്നെ നിങ്ങൾ സെൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ എല്ലാം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാത്തിമ മാമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എല്ലാവർക്കും അയച്ചു തരാം ഇത് കഴിയുമ്പോൾ. ഓക്കെ, ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. സോ എല്ലാവർക്കും നല്ലൊരു സെഷൻ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇനി അടുത്ത സെഷനിൽ കാണാം. സോ ബൈ, ഗുഡ് നൈറ്റ്.